Hi, hello there. Ha, എല്ലാവരും എത്തി. എല്ലാവരും വരട്ടെ. Hi, hi. Um, 781 people joining. I will touch it when 1500, 1K, 2K, ഒരു 2000 ഒക്കെ ആവട്ടെ. ഇത്രയൊക്കെ ന്യൂസിൽ വന്നല്ലേ. Yeah. Oh, 2000. Okay. So, ഇന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ന്യൂസ്. ഞാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു ബലാത്സംഗം ചെയ്തു എന്തൊക്കെയോ ഒക്കെ കുറേ കാര്യങ്ങൾ. അപ്പം ആം, ആം, എനിക്ക് പറയാനുള്ളത് ഇര പ്രതി ഈ പ്രതി ബലാത്സംഗം ചെയ്തു, ഇര ഇര അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഒരു കാര്യം വരുമ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ പേടിയുള്ള ആളല്ല. കാരണം ആം, നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഈ ലോ ഓഫ് ദ കൺട്രി വാട്ട് എവർ ഇറ്റ് ഇസ് അത് നമുക്ക് ഐ റെസ്പെക്ട് ഇറ്റ്. പക്ഷെ ഇതിൽ ഇര ഞാനാണ്. ഞാനായതുകൊണ്ടും എൻ്റെ പേര് ഓൾറെഡി പുറത്തു വന്നു. ഞാനതുകൊണ്ട് എൻ്റെ പേര് പുറത്തു വന്നെങ്കിൽ മറ്റൊരു കക്ഷി, അതൊരു കക്ഷിയാണ്, ആ കക്ഷിയുടെ പേര് എന്തുകൊണ്ട് പുറത്തു വന്നുകൂടാ? അപ്പം ആ കക്ഷിയുടെ പേര് പുറത്തു കൊണ്ടുവരണം. അവര് മാത്രം കേക്കും കഴിച്ച് സന്തോഷമായിട്ടിരുന്ന പോരല്ലോ. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടി, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സ്നേഹിക്കുന്നവർ, അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ദുഃഖം ഈ ഇര എന്ന ഞാൻ അനുഭവിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ സുഖമായിരിക്കുന്നു. അതായത് നമ്മുടെ ഒരു ദ സോ കോൾഡ് ലോയുടെ പരിരക്ഷണത്തിൽ അവർ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എവിടത്തെ ന്യായമാണ്? അപ്പൊ ഞാന് ഇതൊരു ഇതിന്റെ ഒരു സത്യാവസ്ഥ പറയാനായിട്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പരീക്ഷണ ഇവിടുത്തെ, അതായത് ഈ എപ്പോഴും ഒരു ഇര ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ അട്ട ഉണ്ടാവുമല്ലോ. ഈ അട്ടകളാണ് ഈ ഇരയെ പരീക്ഷിച്ചത്. ഈ അട്ടകളുടെ പേര് ഞാൻ പിന്നെ പറയാം. ഈ അട്ടകള് നമ്മൾ ഒരിക്കൽ ഒരാൾ നന്നായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഒന്നും താഴ്ത്തി കെട്ടാം എന്നുള്ള രീതിയിൽ കുറെ അട്ടകൾ വരും. ഈ അട്ടകള് ഒരു ഇരയെ സംരക്ഷിച്ചു. ഇരയെന്ന് പറയാനായിട്ടില്ല, കോടതിയിൽ കേസ് പോയിട്ടില്ലേ. അപ്പോ അതിനു മുമ്പ് ഞാൻ പറയണം, ഈ കുട്ടിയുടെ പേര് ദീപ തോമസ് എന്നാണ്. ദീപ തോമസ് എന്റെ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. എനിക്ക് 2018 തൊട്ട് ഈ കുട്ടി അറിയാം. ഈ 2018 തൊട്ട് 2021 കാലയളവിൽ, അതായത് 18, 19, 20, 21, 25 അല്ല 5 വർഷം, ഈ 5 വർഷത്തുള്ള ഈ കുട്ടിയായിട്ട് ഞാൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് വന്ന് ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച ഒരു കുട്ടിയാണ്. അപ്പം അന്നും ഞാൻ ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഇപ്പം വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് ചെയ്തു, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞു, ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ എൻ്റെ വൈഫിനും കുട്ടിക്കും, എൻ്റെ അമ്മയ്ക്കും, എൻ്റെ സിസ്റ്ററിനും, എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാവുന്ന ഒരു ദുഃഖം അതൊന്നും വലുതല്ല. എനിക്ക് ഇനി വരാൻ പോകുന്ന കേസ് അത് ഞാൻ അനുഭവിച്ചോളാം. അത് ഇതൊരു ബ്രേക്ക് ആവട്ടെ. ഈ മീ ടു എന്ന് പറയുന്നതിന് ഇതൊരു ബ്രേക്ക് ആവട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വരാൻ തീരുമാനിച്ചത്. അപ്പം ഈ കുട്ടി ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു. എൻ്റെ സെറ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ ആൾക്കാർ പറയും. അത് കൺട്രോളർ തൊട്ടിങ്ങോട്ട് അതിൻ്റെ ആക്ടേഴ്സ് വരെയുള്ള ആൾക്കാർ ഉത്തരം പറയേണ്ടി വരും. ഈ കുട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ആ സമയത്ത് അതിൻ്റെ 100 ഡേ സെലിബ്രേഷനിൽ ജോഷി സാറ് ഇതിൻ്റെ ട്രോഫി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്നില്ല. എന്ത് കൊണ്ട് വന്നില്ല എന്നറിയാൻ
എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു. ഞാനല്ല വിളിച്ചത്, വേറൊരു ആളുടെ ഫോണിൽ നിന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ടയർ പഞ്ചറായി പോയി എന്നാണ് പറഞ്ഞത്. ഉത്തരം പറയാനായിട്ടുള്ള ഇത് നിനക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം, സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അതായത് അപ്പം ഞാൻ നവംബർ 20 നടന്ന ഫംഗ്ഷൻ, ഡിസംബർ തൊട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയാണ് ഈ കുട്ടി. ഡിസംബർ, ജനുവരി, മാർച്ച്, മാർച്ച്. മാർച്ചിൽ ഞാൻ ഈ കുട്ടി കാണുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള മെസ്സേജുകൾ ഞാൻ പബ്ലിക്കാക്കാൻ തയ്യാറാണ്. ഇരയുടെ മെസ്സേജുകൾ പബ്ലിക്കാക്കാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ റൂളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കുടുംബവും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വിശ്വസിക്കുന്നവരും ആണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പബ്ലിക്കാക്കും. അതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഈ കുട്ടി എനിക്ക് അയച്ചിരിക്കുന്ന 400ഓളം സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ കുട്ടി അക്യൂസ് ചെയ്യുന്ന എന്ത് കാര്യത്തിനും, ബലാത്സംഗമാണോ എന്താണോ കൺസെൻഷനിലാണല്ലോ, ഇതിനെല്ലാത്തിനുമുള്ള എൻ്റെ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ ഇന്ന് ഉച്ച തൊട്ടിരുന്ന് ഇതിൻ്റെ റെക്കോർഡ്സ് നോക്കുകയായിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ട് എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടും, എനിക്ക് 3-4 പേരോടെ ഇതിന് ഉത്തരം പറയാനുള്ളൂ. എൻ്റെ ഭാര്യയോട്, എൻ്റെ അമ്മയോട്, എൻ്റെ പെങ്ങളോട്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, ഇവരോടെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. എനിക്ക് ഈ 1 മാസം ഒന്നും വലിച്ചു നീട്ടിയിട്ട് ഇതൊക്കെ കോടതിയിൽ പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചെറിയ ന്യൂസിൽ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഏതോ ഒരു ചെറിയ ന്യൂസിൽ വിജയ് ബാബു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വരാൻ എനിക്ക് താല്പര്യമില്ല. ഈ കേസും കൂടെ ഞാൻ എടുത്തോളാം. പക്ഷേ ഇവളങ്ങനെ സൂചിച്ച് ജീവിക്കണം. ദീപ തോമസ് ആണ് ഈ വ്യക്തി. ദീപ തോമസ് ആണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ദീപ തോമസ് ഓഡിഷനിലൂടെ വന്നു, എൻ്റെ സിനിമയിൽ അഭിനയിച്ചു. 1.5 വർഷത്തോളം ഈ കുട്ടിക്ക് ഞാൻ ഒരു മെസ്സേജോ ഒന്നും അയച്ചിട്ടില്ല. ഇവർക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ് എന്നെ കാണാമെന്നാണ്. അതിനുശേഷം ഇവരയച്ചിരിക്കുന്ന എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിലുണ്ട്. ഇവരെന്നെ കാണാൻ വേണ്ടി എത്രയോ വട്ടം മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. ഈ കേസും കൂടെ എൻ്റെ തലയിൽ വന്നുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഇത് മൊത്തം ഇടണമെങ്കിൽ ഞാൻ ഇട്ടോളാം. പക്ഷേ അതിനുശേഷം അവരുടെ ഫാമിലിക്കും അവരുടെ ബന്ധുക്കൾക്കും ഉണ്ടാവുന്ന ദുഃഖം ഓർത്ത് ഞാൻ അത് വിടുന്നില്ല. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഇര ഞാനാണ്. ഈ കുട്ടി അങ്ങനെ സുഖിച്ച് വെറുതെ വേറൊരു ഇരയെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് തമാശക്ക് പോകണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഓക്കെയാണ്. ഞാൻ ഇതിന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യും, ഇതിന് ഡിഫമേഷൻ ഫയൽ ചെയ്യും. ഇത് ഡിഫമേഷൻ എന്ന് പറയുന്നത് ചെറിയ ലെവലിലായിരിക്കില്ല. ഇവരും ഇവരുടെ ഫാമിലിയും ഇതിന് പുറകിൽ നിന്നിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ വെറുതെ വിടാൻ ആലോചിക്കുന്നില്ല. ഇത് ഈ മീറ്റുവിന് ഒരു പുതിയ ചാപ്റ്റർ ആവട്ടെ. കാരണം ഇരയുടെ പേര് പറയാൻ പാടില്ല, അങ്ങനെ ഒക്കെയുള്ള കുറെ ലോസ് ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ഇരയായതുകൊണ്ടും ഇവര് ഇരയല്ലാത്തത് കൊണ്ടും ഞാൻ ആ പേര് പറയുകയാണ്. ലെറ്റ്സ് സീ, നമുക്ക് ഫൈറ്റ് ചെയ്യാം, കാണാം. എല്ലാത്തിനും ഒരു തുടക്കം കുറിച്ച ആളെന്ന നിലയിൽ ഞാൻ ഇതിനും തുടക്കം കുറിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.